സാധാരണ രീതിയിൽ ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അമ്മ മരിച്ചതിൻ്റെ ഈ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ്. ഓർമ്മ ദിനം കഴിഞ്ഞ 23-ാം തീയതി. പക്ഷെ ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരം താണ് രാഷ്ട്രീയ വേദിയാക്കി തന്നെ മാറ്റി. അത് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഒന്ന്, അമ്മയുടെ ചടങ്ങിൻ്റെ ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അമ്മ വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു മാതൃകയായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അച്ഛൻ്റെ ഒരു നിഴൽ പറ്റി മാത്രം നടന്ന് അച്ഛൻ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കാലത്ത് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തിയതാണ്. ആ കാലത്തൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി. അന്ന് INTUCയുടെ പ്രവർത്തകരാണ് സത്യം പറഞ്ഞത്. അന്ന് XMLA പെൻഷനൊന്നുമില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് MLA അല്ല. പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് MLA ആയത്. പക്ഷെ അതിന് മുമ്പ് MLA ആയിരുന്നു തിരുവച്ചിയിൽ. കൊച്ചി അസംബ്ലിയിലും തിരുവച്ചി അസംബ്ലിയിലൊക്കെ അദ്ദേഹം അംഗമായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് തൃശ്ശൂരത്തെ അന്നത്തെ INTUC തൊഴിലാളികൾ. അവരുടെ ചുമടെടുത്തും ഒക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു പങ്കാണ് അന്നത്തെ ഞങ്ങളുടെ വരുമാനം. അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഒരു സംഘി പാരമ്പര്യത്തിലേക്ക് ആ കുടുംബത്തിലെ ഒരംഗം പ്രവേശിച്ചു എന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഒരു പാർട്ടി ചടങ്ങുകളായിട്ട് അതൊന്നും നടത്താൻ പാടില്ല. ഇപ്പോൾ DCC എല്ലാ വർഷവും നടത്താറുണ്ട്. കഴിഞ്ഞ മാർച്ചിലും DCC തന്നെയാണ് നടത്തിയത്. പക്ഷെ അപ്പോഴും ഒരു പാർട്ടി ചടങ്ങായിട്ട് അതിനെ നടത്തിയിട്ടില്ല. അന്ന് അതിൻ്റെ അകത്ത് ഒരു യോഗ പോലും നടത്തിയിട്ടില്ല. ഇന്ന് ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും അതിനെ വലിയ ഇനിയിപ്പോൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമില്ല. ഇനിയുള്ള അനുസ്മരണ ദിവസങ്ങളിലൊക്കെ ഞാനും ഉണ്ടാവുമല്ലോ. ഇന്ന് ഈ ഇലക്ഷൻ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാറ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇംഗ്ലീഷ് മീറ്റിൽ ഞാൻ പങ്കെടുക്കാൻ കാരണം. ഏതായാലും ഇനിയുള്ള കാര്യങ്ങളിൽ കുറേ കൂടെ വിജയം ഉണ്ടാവും. അപ്പോഴേക്ക് 26 കഴിയുമല്ലോ.